ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്വാല 2.0. +2 ഇക്കണോമിക്സിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പിന്നാലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് മോഡൽ എക്സാം എക്കണോമിക്സ് ആണ്. ഹ്യൂമാനിറ്റീസ് കുട്ടികളും അതുപോലെ തന്നെ കൊമേഴ്സ് കുട്ടികളും ഒരേപോലെ പഠിക്കുക ഓരോ ടോപ്പിക്കുകളും. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ആരും കണ്ടിട്ടില്ല എങ്കിൽ ഒരു പ്രോബ്ലം വീഡിയോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ എൻ്റെ പ്ലാനിങ്ങിലേ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കിതൊക്കെ ഫൈനൽ എക്സാമിന് എടുക്കാം എന്ന രീതിയിലാണ് മെസ്സേജ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് പറയുന്ന ഒരേ ഒരു കാര്യം, ജയിക്കാനുള്ളതും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും ഇനിയുള്ള ടൈം കൊണ്ട് പഠിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ള ടോപ്പിക് ഏതൊക്കെയാണ്, അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിന് മുന്നേ നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ബാച്ചും അതുപോലെ തന്നെ മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾ ഇനി ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ മോഡൽ എക്സാം ആണ്, കുറേ പേര് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല അതിന്. പക്ഷേ മോഡൽ എക്സാം നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച് വേഗം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതുമായ എല്ലാ സബ്ജക്റ്റും 500 രൂപയ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രാഷ് സബ്ജക്റ്റുകളാണ്. കഴിഞ്ഞ ക്രാഷ് ബാച്ചിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും നോട്ട്സും കിട്ടും. ദെൻ മോഡൽ എക്സാമിന് ശേഷം, മോഡൽ എക്സാമിന് തൊട്ട് പിറ്റേ ദിവസം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിപ്പിച്ചതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഒരു മാർച്ച് മാസം തുടക്കം വരെ നമ്മൾ ആ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ മിസ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 7907664616 500 റുപ്പീസിന് നിങ്ങൾക്ക് അവൈലബിൾ ആയുള്ള സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്സ് ആൻഡ് ഇംഗ്ലീഷ്, ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പഠിച്ച് കിട്ടുമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കുറേശ്ശെ ഫൈനൽ എക്സാമിൽ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സ്റ്റഡി പ്ലാനൊക്കെ ഇട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് മിസ്സിൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നത് പോലെ 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മിസ് ഇപ്പോൾ കാണിച്ചു തരാം. ഏകദേശം ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൽ പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും വേണം, വേഗം കിട്ടും വേണം, എളുപ്പമാവും വേണം, മനസ്സിലാക്കാൻ തന്നെ കുറേ ടൈമൊന്നും എടുക്കരുത്. അപ്പോൾ കുറച്ച് ഡിഫറൻസസ് പഠിക്കാം, കുറച്ച് പ്രോബ്ലംസ് പഠിക്കാം, കുറച്ച് 8 മാർക്ക് പഠിക്കാം, കുറച്ച് 3 to 5 മാർക്സ് പഠിക്കാം. ഇതിലെല്ലാ ടോപ്പിക്സും മിസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ടോപ്പിക്സുകൾ നല്ല സിമ്പിളായതും അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായ ടോപ്പിക്സ് ആണ്. 8 പ്രോബ്ലംസുകൾ മിസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. 8 മാർക്ക് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ മതി. ദെൻ നമ്മൾ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. അതായത് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വഴി നമ്മൾ ക്രാഷ് ബാച്ചിലെ കുട്ടികൾക്കൊക്കെ കൊടുത്ത പോലെ ഹാൻഡ് റിട്ടൺ ആ നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളും നമുക്ക് പിന്നാലെ വരും. അപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് നിങ്ങൾ ടെക്സ്റ്റ് വൈസും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഏതാണോ PDF പ്രിന്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് അടയാളപ്പെടുത്തി അത് മാത്രം നാളെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോവാം. മോഡൽ എക്സാമിന് എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് അതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അതേ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ടോ എല്ലാം നമുക്ക് നാളത്തെ എക്സാം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. നാളത്തെ എക്സാം കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് കുറച്ച് ഡിഫറൻസസ് പഠിക്കണമെന്ന് പറയാൻ നല്ല എളുപ്പമുള്ള ഡിഫറൻസസുകളാണ് നമുക്ക് എക്കണോമിക്സിലുള്ളത്. ഒന്ന് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസ് മിസ് പാഠമേട് എഴുതുന്നുണ്ട്. മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ, അറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. സ്റ്റോക്ക് ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്, ഫ്ലോ ഡൈനാമിക് കൺസെപ്റ്റ് ആണ്. പിന്നെ എന്നിട്ടാണ് മണി വാല്യൂ ഉണ്ട്, മണി വാല്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 സെന്റൻസ് മതി കേട്ടോ. ദെൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്, മാക്രോ എക്കണോമിക്സിൽ തന്നെ 5th ചാപ്റ്റർ ആണ്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സുകളാണ് പബ്ലിക് ഗുഡ്സ്. റോഡ്, ട്രാൻസ്പോർട്ട്, അതുപോലെ ഡാം, ഡിഫൻസ്, മിലിറ്ററി, അതൊക്കെ ഗവൺമെന്റ് ആണല്ലോ തരുന്നത്. പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓൺ പ്രൈവറ്റ് യൂസിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതാണ്. അതെല്ലാവർക്കും കോമൺ യൂസ് അല്ല, അത് പ്രൈവറ്റ് യൂസ് ഓൺലി ആണ്. അത് കാറ്, ഫ്രിഡ്ജ്, ക്ലോത്ത് ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ദെൻ BOT ആൻഡ് BOP തമ്മിലുള്ള ഡിഫറൻസ്. മാക്രോ എക്കണോമിക്സിൽ തന്നെ 6th ചാപ്റ്റർ ഓപ്പൺ ഇക്കോണമിയിലെ BOT BOP. അതായത് BOT എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡ്, ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് ട്രേഡിൽ എന്താണ്, വിസിബിൾ ഐറ്റംസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. വിസിബിൾ എക്സ്പോർട്ട് ആൻഡ് വിസിബിൾ ഇമ്പോർട്ട്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് മാത്രം.
BOP എന്ന് പറഞ്ഞാൽ വൈഡർ ടേം ആണ്, നേരോ കൺസെപ്റ്റ് അല്ല, ഇതിനേക്കാൾ വലുതാണ്. പിന്നെ ഇതിലെല്ലാ എക്സ്പോർട്ട് ഇമ്പോർട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ മൈക്രോ മാക്രോ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് കാണാൻ സാധിക്കുക. അപ്പൊ മിസ് ഇവിടെ എഴുതുന്ന ആ പാഠത്തിൽ നിന്നൊന്ന് മറിച്ച് നോക്കി വേഗം അത് പഠിക്കാം. ദെൻ പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ നമ്മൾ ഓൾറെഡി 8 മാർക്കിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് അതേപോലെ പഠിച്ചാൽ മതി. തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 2 സെക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാക്രോയിലെ 5th ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ സോറി മൈക്രോയിലെ 5th ചാപ്റ്റർ. അപ്പോൾ ഡിഫറൻസ് നല്ല എളുപ്പമുള്ള ഡിഫറൻസ് ആണല്ലോ, നമുക്ക് മനസ്സിലാവുന്ന ഡെയിലി യൂസ്ഡ് ആയ ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി പ്രോബ്ലംസ് നമ്മൾ കുറച്ച് നോക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് സപ്ലൈ, ഇത് നമുക്ക് ഡിമാൻഡിന് ചോദിച്ചാലും സപ്ലൈയിൽ ചോദിച്ചാലും ഒരു ഇക്വേഷനുള്ളൂ, P0/Q0 ഇൻറ്റു ഡെൽറ്റ Q/Δp ആണ് ഇക്വേഷൻ. ഓക്കെ, നമുക്കിത് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ ആണ് മൈക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഇനി ഇത് വേണ്ട, നിങ്ങൾ ആ ചാപ്റ്റർ തപ്പി പോകണ്ട, പ്രോബ്ലംസിന്റെ മാത്രം വീഡിയോസ് കണ്ടാൽ മതി. പ്രോബ്ലം വീഡിയോയിൽ ഇതെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് പ്രോബ്ലം മൈക്രോയിലെ 3rd ചാപ്റ്റർ. ഇനി A+ വിന്നേഴ്സ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കണം എന്നുള്ളവർ നിങ്ങൾ ടെക്സ്റ്റ് വൈസ് നോക്കുക. മൈക്രോയിലെ 3rd ചാപ്റ്റർ ആണ്. ദെൻ പ്രൊഡക്റ്റ് പ്രോബ്ലം, അതും നമ്മളെ മൈക്രോയിലെ 3rd പ്രോബ്ലം ആണ്. ഇത് 3rd ചാപ്റ്റർ ആണ്. ഇത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാട്ടെ. MP TP കാണും, അല്ലെങ്കിൽ TR AR കാണും. ഇതും നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈൻ്റെ ഒരു പ്രോബ്ലം, അത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. മൈക്രോയിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കിടക്കുന്നത്. ദെൻ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാം, മൈക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ 5th ചാപ്റ്റർ. മാർക്കറ്റ് ഇക്വിലിബ്രിയം QD = QS വെച്ച് ചെയ്യുന്നത് കേട്ടോ. ദെൻ QD = QS ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മിസ് ക്വസ്റ്റ്യനിൽ പ്ലസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ മൈനസ് എന്നുള്ളത് മിസ് ആൻസറിൽ പ്ലസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് എല്ലാം സെയിം ആണ്, ആൻസർ ഡിഫറെൻ്റ് ആവും. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. പിന്നെ ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ എന്നെ സ്റ്റുഡൻസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾ ആ വീഡിയോ മാത്രം കണ്ടാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 8 മാർക്കിന് നിങ്ങൾ ഷുവറായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാഷണൽ ഇൻകം മെത്തേഡ്സ് മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതായത് പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മുടെ 8 മാർക്കിന്റെ വീഡിയോ കണ്ടാൽ മതി. RBIനെ കുറിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. മാക്രോയിലെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് RBIയുടെ ഫംഗ്ഷൻസ് പഠിക്കുക, പോളിസി ഓർ ടൂൾസ് പഠിക്കുക. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ബാങ്ക് ആണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള RBIയുടെ കുറച്ച് 5 ഫംഗ്ഷൻസും ടൂൾസ്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസുകൾ പഠിക്കുക. അത് മിസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് വിത്ത് ഡെഫിനിഷൻ, വിത്ത് ഡയഗ്രാം, ഫിഗർ, എക്സ്പ്ലനേഷൻ. ഇത് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത് സെക്കൻഡ് ചാപ്റ്ററിലാണ്, അതിൽ തന്നെ പോയി നോക്കാം. ദെൻ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് മിസ്സിൻ്റെ ഒക്കെ നോട്ട്സ് ഓറലി അവൈലബിൾ ആണ്. അവർ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാലും നിങ്ങൾക്ക് എല്ലാ റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ വിത്ത് ഡയഗ്രാം ആൻഡ് ഫിഗർ, ഇത് മിസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളിത് പഠിച്ചേ പറ്റൂ. നമ്മളത് 5th, അതായത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. കാരണം 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതിന്റെ കൂടെ ക്ലബ് ചെയ്തിട്ട് ചോദിക്കും ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അങ്ങനെയാണ് ഈ സെക്ഷൻ നമുക്ക് 8 മാർക്കിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് മൈക്രോയിലെ 4th ചാപ്റ്റർ ആണ്. അതായത് 3 കണ്ടീഷനാണുള്ളത്. P = MC ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ SMC, അതായത് MC ഷുഡ് ബി ഇൻക്രീസിങ്. മൂന്നാമത്തത് പ്രൈസ് ലൈൻ ഷുഡ് ബി ഗ്രേറ്റർ ഓർ മിനിമം പോയിന്റ് ഓഫ് AVC. AVCയുടെ മിനിമം പോയിന്റിന്റെ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം. അതിന്റെ ഫിഗർ വരയ്ക്കണം. പ്രൈസ് ലൈൻ ഇതാണ്, SMC ഇതാണ്, AVC ഇതാണ്, SCC ഇതാണ്, ഏകദേശം ഇത്രയും പോയിന്റ് ആണ് പ്രോഫിറ്റ് വരുന്നത് പറഞ്ഞിട്ടുള്ള ഫിഗർ വരയ്ക്കണം. 3 കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോ കണ്ടീഷനിലും ഫിഗർ വരയ്ക്കാം. ഒന്നാമത്തെ കണ്ടീഷനിലെ ഫിഗർ ഇതാണ് വരിക, കാരണം പ്രൈസ് = SMC. രണ്ടാമത്തത് SMC ഷുഡ് ബി ഇൻക്രീസിങ്. മൂന്നാമത്തത് ഇത് വരച്ചാലും മതി. മിനിമം പോയിന്റിനേക്കാൾ കൂടുതലോ ഈക്വലോ ആയിരിക്കണം പ്രൈസ് ലൈൻ ആരുടെ AVCയുടെ മിനിമം പോയിന്റിനേക്കാൾ. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് 3 ഫിഗർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കായി. അപ്പൊ 8 മാർക്കിന് നിങ്ങൾ ഈ 3 ഷുവറായിട്ട് പഠിക്കാം. ഈ ഒരു 4 പഠിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചാല് പാസ് മാർക്ക് എന്നല്ല, നമുക്കൊരു ഡബിൾ പാസ് വരെ എങ്ങനെയും എത്തിക്കാൻ പറ്റൂ കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് എല്ലാം മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി 3 to 5 മാർക്ക്, 3 മാർക്ക് 5 മാർക്കിന്റെ സെക്ഷൻ എങ്ങനെയാണെന്നറിയോ? നമുക്ക് നല്ല എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. ഫസ്റ്റ് വൺ, സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി. മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സെക്ടേഴ്സ് ഏതൊക്കെയാണ്?
ഏതൊക്കെ നമ്മുടെ സെക്ടേഴ്സ്? ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇതിന്റെ വീഡിയോ മിസ് ചെയ്ത് നെക്സ്റ്റ് ഇപ്പൊ അപ്ലോഡ് ചെയ്യും. അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അതായത് മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയും ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്റർ മൈക്രോയിലെ ക്വസ്റ്റ്യൻ ആണ്, തിയറി ആണ്. അതായത് സപ്ലൈനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതാണ്. ഇതിൽ രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. സപ്ലൈനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതാ? ഓൺ പ്രൈസ്, പ്രൊഡക്റ്റിന്റെ പ്രൈസ്, ടാക്സ്, കോസ്റ്റ്. അതേപോലെ ഡിമാൻഡിനെ ബാധിക്കുന്നതും ഓൺ പ്രൈസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം, പോപ്പുലേഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതൊക്കെ. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, പെർഫെക്റ്റ് മൊബിലിറ്റി, പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ്, പ്രൈസ് ടേക്കർ ആണ്, ദെൻ ഫ്രീ എൻട്രി ഓഫ് എക്സിറ്റ് ഓഫ് ഫേംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 പോയിന്റ് പഠിക്കാം. ഫങ്ഷൻസ് ഓഫ് മണി, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫംഗ്ഷൻ, കണ്ടിൻജന്റ് ഫംഗ്ഷൻസ് ഉണ്ട്. 3rd ചാപ്റ്റർ ആണ്. അതായത് സ്റ്റോർ ഓഫ് വാല്യൂ, മെഷർ ഓഫ് വാല്യൂ, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, അങ്ങനെയൊക്കെ എക്സ്പ്ലനേഷൻ വിത്ത് കൊടുക്കണം കേട്ടോ. ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസ് മാക്രോയിലെ നമുക്ക് 5th ചാപ്റ്റർ ആണ്. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, അങ്ങനെ 3 ഫംഗ്ഷൻസ് ഉണ്ട്. 3 ലിങ്കേജസ്, അത് ഓപ്പൺ ഇക്കോണമി മാക്രോയിലെ 6th ചാപ്റ്റർ ആണ്. മാക്രോയിലെ 6th ചാപ്റ്റർ ആണത്. 3 ലിങ്കേജസ്, പ്രൊഡക്റ്റ് ലിങ്കേജ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്, ഫാക്ടർ ലിങ്കേജ് എന്നിട്ട് 3 ലിങ്കേജസ്. നമ്മൾ എങ്ങനെയാണ് പുറം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ദെൻ GDP ഡിഫ്ലേറ്ററിനെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ പറ്റും, വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ പറ്റും. മാക്രോയിലെ 2nd ചാപ്റ്റർ ആണ്. നമുക്ക് നോ ആണ് അതിന്റെ ആൻസർ വരിക. അതായത് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ GDP ഡിഫ്ലേറ്റർ അല്ല, സോറി, GDP ആൻഡ് വെൽഫെയർ എന്നാണ് ഈ ടോപ്പിക്. GDP വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം എന്താണ്? നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഹാംഫുൾ പ്രൊഡക്റ്റിന്റെ വാല്യൂസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് യൂണീക്കലാണ്, അൺഈക്വലാണ്, നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് GDP നമ്മൾ ഒരു വെൽഫെയർ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് പാസ്സാവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാക്സിമം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് പഠിക്കും. ഇങ്ങനെ ഓരോ സെറ്റ് വൈസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വൈസ് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അറിയുമെന്ന് നോക്കാം. പഠിക്കാത്തവർ ഈ ടോപ്പിക്കേലും പഠിക്കാം. മോഡൽ എക്സാം അല്ലേ ഇത് സില്ലി ആയിട്ട് ഒരാളും ഇടാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഓരോ സബ്ജക്റ്റ് വൈസ് പഠിക്കണം, അതിൻ്റെ നോട്ട്സുകൾ വേണം എന്നുണ്ടെങ്കിൽ ക്രാഷ് ബാച്ചിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മിസ്സിൻ്റെ നോട്ട്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോഡൽ എക്സാമിന് ശേഷമുള്ള റിവിഷൻ ബാച്ച്, ഒരു 10 ഡേയ്സിൽ നമുക്ക് റിവിഷൻ ബാച്ചുകളും അതുപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും എല്ലാം ഉണ്ടായിരിക്കും. ആ ബാച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വേണമെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ എവരിവൺ, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.